മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ ഒടുവിൽ ഉണ്ണികൃഷ്ണനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ലാൽ ജോസ്. താൻ കമലിൻ്റെയും സത്യൻ അന്തിക്കാടിൻ്റെയും അസോസിയേറ്റായി നടക്കുന്ന കാലം മുതൽക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണനുമായി പരിചയമുണ്ടായിരുന്നെന്ന് ലാൽ ജോസ് പറഞ്ഞു. താൻ ചെയ്ത എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന് ഒരു വേഷം മാറ്റിവെക്കുമെന്നും ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അങ്ങനെ ഇല്ലാതായിട്ടുള്ളൂവെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപിയെ നായകനാക്കി താൻ സംവിധാനം ചെയ്ത രണ്ടാം ഭാവം എന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഒരു വേഷം നൽകിയെന്നും മികച്ച രീതിയിൽ ആ വേഷം ചെയ്തുവെന്നും ലാൽ ജോസ് പറഞ്ഞു. ആ സിനിമയുടെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അടുത്തേക്ക് വിളിച്ച് താൻ എന്തിനാണ് ഇത്തരം അടിയിടിയുമൊക്കെയുള്ള സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചെന്നും തനിക്ക് നല്ലത് സത്യനന്ദിക്കാട് ടൈപ്പ് സിനിമകളാണെന്ന് പറഞ്ഞെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർത്തു. ഈ പടം എന്തായാലും പൊട്ടുമെന്നും അടുത്ത പടം വലിയ ഹിറ്റാകുമെന്നും പറഞ്ഞ് തന്നെ സമാധാനിപ്പിച്ചെന്നും ലാൽ ജോസ് പറഞ്ഞു. ഷൂട്ട് തുടങ്ങാൻ 2 ദിവസം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കേട്ട് താൻ വല്ലാതായെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർത്തു. അന്ന് രാത്രി അദ്ദേഹം സ്വല്പം മദ്യപിച്ച് വീണ്ടും തന്നെ വിളിച്ചെന്നും അതേ കാര്യം വീണ്ടും പറഞ്ഞെന്നും അതുപോലെ തന്നെ ആ സിനിമ പരാജയമായെന്നും ലാൽ ജോസ് പറഞ്ഞു. തൻ്റെ യൂട്യൂബ് ചാനലിലാണ് ലാൽ ജോസ് ഈ കാര്യം പറഞ്ഞത്. ഞാൻ കമൽ സാറിൻ്റെയും സത്യേട്ടൻ്റെയും അസോസിയേറ്റായി നിൽക്കുന്ന കാലം മുതൽക്കേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. എൻ്റെ എല്ലാ പടത്തിലും അദ്ദേഹത്തിന് ഒരു വേഷം ഞാൻ മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ രണ്ടാം ഭാവം എന്ന സിനിമയിലും അദ്ദേഹത്തിന് ഒരു വേഷം നൽകി. ഒരു വക്കീലിൻ്റെ വേഷമായിരുന്നു പുള്ളി ചെയ്തത്. ആ പടത്തിൻ്റെ കഥ കേട്ട ശേഷം പുള്ളി എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ കഥ നിനക്ക് ആരാ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. നീ എന്തിനാ ഈ വെടിയും പുകയുമുള്ള സിനിമ ചെയ്യുന്നത്? നിനക്ക് കമലിനെയും സത്യനെയും പോലെ നാട്ടിൻപുറത്തെ കഥയെ ചേരുള്ളൂ. ഈ സിനിമ എന്തായാലും പൊട്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. ഷൂട്ടിന് 2 ദിവസം മുമ്പ് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വല്ലാത്ത അവസ്ഥയിലായി. അന്ന് രാത്രി പുള്ളി 2 ബിയറൊക്കെ കഴിച്ചിട്ട് വീണ്ടും എന്നെ വിളിച്ചു. രാവിലെ അങ്ങനെ പറഞ്ഞു പോയി, നീ അത് വിട്ടുകള എന്ന് പറഞ്ഞ് സോറി പറയുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ പടം എന്തായാലും പൊട്ടും, അതുകൊണ്ടൊന്നും നീ ഫീലോട്ടാവില്ല, അടുത്ത പടം വലിയ ഹിറ്റാവും എന്ന് പറഞ്ഞ് പുള്ളി വീണ്ടും പോയി. അദ്ദേഹം പറഞ്ഞ പോലെ സംഭവിച്ചു. രണ്ടാം ഭാവം ഫ്ലോപ്പായി. അത് കഴിഞ്ഞ് ചെയ്ത മീശമാധവൻ വലിയ ഹിറ്റായി ലാൽ ജോസ് പറയുന്നു. ഈ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ രഞ്ജിത്ത് അടിച്ചത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ഏതാണ്ട് ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള വർത്തമാനം കൊണ്ടാവാം ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാർ അടി കൊടുക്കുന്നത്. ഞാനൊരിക്കലും രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല കേട്ടോ. അദ്ദേഹം ചെയ്തത് ശുദ്ധ പോക്കൃത്തിലാണ്. അതിനെ ഒന്ന് ന്യായീകരിച്ച് പറയുന്നതല്ല ഇത്. പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ തല്ലി മേടിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്.